ചന്ദ്രനിലേക്ക് മനുഷ്യനെ അയക്കുന്നതിന് മുന്നോടിയായി നടപ്പാക്കുന്ന ബഹുരാഷ്ട്ര പദ്ധതിയിൽ UAE-യും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന് സമാനമായ രീതിയിൽ ചന്ദ്രന്റെ ഭ്രമണ പഥത്തിൽ ലൂണാർ ഗേറ്റ്വേ സ്റ്റേഷൻ സ്ഥാപിക്കാനുള്ള നാസയുടെ പദ്ധതിയിലാണ് UAE ഭാഗമാകുക. USA, ജപ്പാൻ, കാനഡ, യൂറോപ്യൻ യൂണിയൻ എന്നിവയ്ക്കൊപ്പമാണ് UAE-ക്ക് അവസരം ലഭിക്കുന്നത്. ആദ്യമായി അറബ് ബഹിരാകാശ യാത്രികനെ ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് അയക്കാൻ വഴി തുറക്കുന്നതാണ് പദ്ധതി. ലൂണാർ ഗേറ്റ്വേ പദ്ധതിയിലെ പങ്കാളിത്ത പ്രഖ്യാപനം UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാനും UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബൈ ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തുമുമാണ് നിർവഹിച്ചത്. ആദ്യമായാണ് ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ ബഹിരാകാശ നിലയം സ്ഥാപിക്കപ്പെടുന്നത്. 2030 പൂർത്തീകരിക്കുന്ന പദ്ധതിക്ക് അടുത്ത വർഷം തന്നെ തുടക്കം കുറിക്കുമെന്നാണ് പ്രതീക്ഷ. ബഹിരാകാശ പര്യവേഷണത്തിലും സയൻസിന്റെ മുന്നേറ്റത്തിലും ദീർഘകാല നിക്ഷേപം നടപ്പിലാക്കുന്നത് മുഖേന അന്താരാഷ്ട്ര പങ്കാളികൾക്കൊപ്പം പ്രവർത്തിച്ച് എല്ലാവർക്കും പുരോഗതി കൊണ്ടുവരുന്നതിനാണ് UAE-യുടെ നീക്കമെന്ന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ പറഞ്ഞു. ലൂണാർ ഗേറ്റ്വേയിലേക്ക് ആവശ്യമായ 10 ടൺ ഭാരമുള്ള സംവിധാനം UAE വികസിപ്പിക്കുമെന്ന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് എക്സിൽ കുറിച്ചു. രാജ്യത്ത് ബഹിരാകാശ ഓപ്പറേഷൻ സെന്ററും ബഹിരാകാശ സഞ്ചാരികളെ പരിശീലിപ്പിക്കുന്ന കേന്ദ്രവും നിർമ്മിക്കും. UAE-യുടെ മുഹമ്മദ് ബിൻ റാഷിദ് ബഹിരാകാശ കേന്ദ്രം ചന്ദ്രനെ ചുറ്റുന്ന മനുഷ്യരാശിയുടെ ആദ്യത്തെ ബഹിരാകാശ നിലയമായ ഗേറ്റ്വേക്ക് ക്രൂവും സയൻസ് എയർലോക്കും നൽകുമെന്ന് നാസ അഡ്മിനിസ്ട്രേറ്റർ ബിൽ നെൽസൺ പറഞ്ഞു. മനുഷ്യനെ ചന്ദ്രനിലയക്കുന്ന നാസയുടെ ആർട്ടമിസ് പദ്ധതിയിൽ UAE കൈകോർക്കുമെന്ന് നേരത്തെ തന്നെ വാർത്തകളുണ്ടായിരുന്നു. ആർട്ടമിസ് പദ്ധതിയുടെ ഭാഗമായാണ് ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ സ്റ്റേഷൻ നിർമ്മിക്കാൻ നാസ തീരുമാനം കൈക്കൊണ്ടത്. സ്റ്റേഷനു വേണ്ടി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി നൽകുന്നതിന് UAE നേരത്തെ തന്നെ താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്നു. നാസയുമായി കരാർ വന്നതോടെ രാജ്യത്തെ ബഹിരാകാശ സഞ്ചാരികൾക്ക് ചന്ദ്രനിലേക്ക് പോകാൻ ഇതോടെ പാത തുറന്നിരിക്കുകയാണ്. മീഡിയ 1 ദുബൈ.